ഹേ ഫ്രണ്ട്സ്, ലുബിനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് മലയാളികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട വിഭവമായിട്ടുള്ള കപ്പയും ബീഫും ആയിട്ടാണ്. ഇതിനായിട്ട് 1 കിലോൻ്റെ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പയുടെ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, നാരുപെടാതെ. കപ്പയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. കപ്പ വേവിച്ചെടുക്കാൻ ഒരു കുഞ്ഞിച്ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയുടെ ഒപ്പമല്ല, കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കാം. കപ്പ വേവായിട്ടുണ്ടോ എന്ന് നോക്കാം. കപ്പ വേവായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കപ്പയിലുള്ള വെള്ളം വാർത്ത് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓട്ടത്തട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഒരു 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 1-2 എല്ലും ഉണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്കൊരു 15 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ച് വെച്ച് ഇനി ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 7 വിസിൽ കഴിഞ്ഞപ്പോൾ കുക്കറൊന്ന് തുറന്നു നോക്കി. ബീഫ് വേവായിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയുടെ കളർ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ കറിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മസാലകളെല്ലാം ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്.
ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ കപ്പയും ബീഫും ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.